പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുൻപ് ലൂക്കാസ് സുവിശേഷം 8-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്കുറങ്ങാം. ഓ ഈശോയെ, വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, കട്ടിലിനടിയിൽ വയ്ക്കാറില്ല, അത് ദീപപീഠത്തിന്മേലാണ് വയ്ക്കുന്നത് എന്ന് സുവിശേഷത്തിലൂടെ ഈശോയെ അങ്ങ് ഈ രാത്രിയിൽ എന്നെ ഓർമ്മിപ്പിക്കുകയാണല്ലോ. ഞാനാണ് ഈ ദീപം. മാമോദീസയിൽ ഈശോയെ എൻ്റെ കയ്യിലേക്ക് തന്നെയാണ് അങ്ങ് കത്തിച്ച് തിരിവെച്ചു തന്ന് പറഞ്ഞത്, ഈ പ്രകാശം നീ തന്നെയാണ് എന്ന്. ക്രിസ്തുവാകുന്ന പ്രകാശം നിന്നിലേക്ക് വന്നു നിറഞ്ഞപ്പോൾ നീ പ്രകാശമാകുകയായിരുന്നു. എന്നിട്ടും നീ എന്തേ നിന്നിലെ ക്രിസ്തുവിനെ മറന്നുകൊണ്ട് നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്നെ തന്നെ സ്നേഹിക്കാതെ, നിന്നെ തന്നെ അംഗീകരിക്കാതെ, മനസ്സിലാക്കാതെ നീ വളരെ ദുഃഖിതനായി കഴിയുന്നു എന്ന് ഈ രാത്രിയിൽ ഈശോ നമ്മോട് ചോദിക്കുക. ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത് ഒരു കട്ടിലിൻ്റെ അടിയിൽ വച്ചിരിക്കുന്ന ദീപമായി നീ മാറാൻ വേണ്ടിയല്ല, മറിച്ച് പ്രിയ മകനെ, മകളെ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നീയാകുന്ന ദീപം ഒരു ദീപപീഠത്തിന്മേലാണ് ഇരിക്കേണ്ടത്. അതാണ് എനിക്ക് നിന്നെക്കുറിച്ചുള്ള പദ്ധതി. എന്നിട്ടും നീ എന്തേ സ്വയം സ്നേഹിക്കാതെ, സ്വയം മനസ്സിലാക്കാതെ, നിന്നെ തന്നെ അംഗീകരിക്കാതെ എന്തിനാണ് മകനെ, മകളെ, നീയാകുന്ന ഈ ദീപത്തെ കട്ടിലിൻ്റെ അടിയിലും ദീപപീഠത്തിൻ്റെ താഴെയുമായിട്ട് വച്ചിരിക്കുന്നത്? എങ്കിൽ പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ഒരു തീരുമാനമെടുത്തുകൊണ്ട് വേണം നമ്മളൊക്കെ ഉറങ്ങാൻ. എൻ്റെ ഈശോയെ, ഞാനെന്ന ദീപം നീ എത്രമാത്രം വിലമതിക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. ഞാനെന്ന ഈ ദീപം ഈശോയെ ദീപപീഠത്തിന്മേൽ വയ്ക്കാം. അങ്ങനെ വചനം പറയുന്നത് പോലെ അകത്തേക്ക് കയറി വരുന്നവർ എന്നെ കാണട്ടെ. കാരണം ഞാൻ അവർക്കൊരു ദീപമാകണം, ഞാൻ അവർക്ക് വെളിച്ചമാകണം. എൻ്റെ വെളിച്ചമെന്നാൽ എൻ്റെ നല്ല വാക്കുകളാണ്, എൻ്റെ നല്ല നോട്ടമാണ്, എൻ്റെ നല്ല കേൾവിയാണ്, എൻ്റെ നല്ല സംസാരമാണ് എന്നിലെ വെളിച്ചമെന്ന് പറയുന്നത്. അകത്തേക്ക് കയറി വരുന്നവർക്ക് കാണുവാൻ തക്ക വിധത്തിൽ പ്രകാശമാകുവാനുള്ള കൃപ നൽകണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിക്കാം. നല്ല വാക്കുകളിലൂടെയും നല്ല കേൾവിയിലൂടെയും നല്ല നോട്ടത്തിലൂടെയും നല്ല ചിന്തയിലൂടെയും ഒക്കെ പ്രകാശമായി ജീവിക്കാൻ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ രാത്രിയിൽ നമ്മൾ ഉറങ്ങുവാൻ പോകുന്നത്. നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, ഈ ദീപം ഒരിക്കലും അണഞ്ഞു പോകാതിരിക്കാൻ, ഈ ദീപത്തെ സ്നേഹിക്കാനും ആദരിക്കാനും നീ എന്നെ പഠിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണം. സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധന. പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, അനന്ത സ്നേഹമേ,
ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം ഉറങ്ങുന്നതിന് മുമ്പ് ഈ രാത്രിയെ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ, ശാന്തമായ ഒരു ഉറക്കം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. ഞാനാകുന്ന വെളിച്ചം ഒരിക്കലും ഈശോയെ എൻ്റെ തെറ്റായ മനോഭാവങ്ങളാൽ, സ്വയം സ്നേഹമില്ലായ്മയാൽ ഇകഴ്ത്തി കാണിക്കാതെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഈ ജീവിതത്തെ ദീപപീഠത്തിന്മേൽ വയ്ക്കുവാനുള്ള കൃപ നൽകണമേ. ഈ ദീപപീഠമെന്ന് പറയുന്നത് ഈശോയെ അങ്ങയുടെ ഹൃദയമാണ് എന്ന് ഞാൻ അറിയുകയാണ്. അങ്ങയുടെ ഹൃദയത്തിന്മേൽ ഞാനാകുന്ന ചെറുദീപം പ്രതിഷ്ഠിക്കുവാനുള്ള കൃപ നൽകണമേ. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.